നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. കുളപ്പള്ളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ റോഡ് ഉപരോധം. MLAക്കെതിരെ നേതാക്കളുടെ രൂക്ഷ വിമർശനം. അകമലയിൽ തീവണ്ടി തട്ടി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് ഒഡീഷ സ്വദേശി 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റ. യുവാവിനെ ഇന്നു രാവിലെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അകമലയ്ക്കും മുള്ളൂർക്കരയ്ക്കുമിടയിൽ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഷൊർണൂരിൽ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. യാഥാർത്ഥ്യമാകുക ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേയുടെ 5ാമത്തെ പാലം. നിർമ്മാണം 450 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. കുളപ്പള്ളി ഷൊർണൂർ പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം. ഷൊർണൂർ MLA മൗനം വെടിയണമെന്നും റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ട് കുളപ്പള്ളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. പ്രകടനമായി എത്തിയായിരുന്നു പ്രതിഷേധം. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പരിസരത്ത് റോഡിലെ കുഴികളിൽ തെങ്ങിൻ തൈ നട്ടാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മാർച്ച് കുളപ്പള്ളി ടൗണിൽ സമാപിച്ചു. ഇതോടെ റോഡ് ഉപരോധം ആരംഭിച്ചു. ഉപരോധ സമരത്തിനിടെ പോലീസ് ജീപ്പ് തടഞ്ഞിട്ടത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കി. സമരം പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞു മമ്മിക്കുട്ടി മുഖ്യമന്ത്രി അല്ലെ FLA അദ്ദേഹത്തിനൊന്നും മുഖ്യമന്ത്രി കാണാനുള്ള അവകാശം 10 ദിവസം എഴുതി കൊടുത്താൽ പോലും സമയം കൊടുക്കാറില്ല. പിന്നെ വേണ്ട അദ്ദേഹത്തിന്റെ മരുമകനെ ഒരു സംശയം വേണ്ട പൊതുമരാമത്ത് മന്ത്രി വന്ന മുഖ്യമന്ത്രിയുടെ സൂപ്പർ മുഖ്യമന്ത്രിയാണ്. കാരണം ഇവർ രണ്ടുപേരും കൂട്ടിലാണ് കേരളത്തിലെ എങ്ങനെ വേണം ഏത് രീതി മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത്. കാരണം ഈ പൊട്ടിപ്പൊളിയാൻ കാരണം എന്താണെന്നറിയോ? എല്ലാം ധാരാളം കോൺട്രാക്ട് കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇതിന് മുൻപ് പറഞ്ഞു ഇവിടെ കേരളത്തിലെ കോഴിക്കോട് അതുപോലെ ബൈപ്പാസ് വന്നു. ആ ബൈപ്പാസിനെ കുറിച്ചിട്ട് നാഷണൽ ഹൈവേ കുറിച്ച് മൂപ്പര് വളരെയേറെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഗവൺമെന്റ് മുന്നിലെടുത്ത് മേൽനോട്ടത്തിൽ വളരെയേറെ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു ധാരാളം റോഡുകളുടെ എണ്ണി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നേതാക്കളായ TH ഫിറോസ് ബാബു, VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അകമലയിൽ തീവണ്ടി തട്ടി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. ഒഡീഷ സ്വദേശി 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റയാണ് മരിച്ചത്. അകമലയ്ക്കും മുള്ളൂർക്കരയ്ക്കുമിടയിൽ ഇന്നു രാവിലെ 6:30ക്കാണ് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാമത്തെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേയുടെ 5ാമത്തെ പാലമാണ് യാഥാർത്ഥ്യമാകുക. 450 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം പണി പൂർത്തിയാകുന്നതോടെ ട്രെയിൻ പിടിച്ചിടൽ പൂർണ്ണമായും ഒഴിവാകും. കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ അതിശക്തമായി വെള്ളം വരികയും പണിയെടുക്കുന്ന സാമഗ്രികൾ വെള്ളത്തിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ടായി. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ബീഹാറിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന മിഷൻ സജ്ജീകരണങ്ങൾ എത്തിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങൾ ഭാരതപ്പുഴയിൽ തൊട്ടാകും. പാലത്തിന് മുകളിൽ 2 വശങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുടെ രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാന്നന്നൂർ സ്റ്റേഷന് സമീപം വരെയുള്ള പാലം ഉൾപ്പെടെയുള്ള റെയിൽ പാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുകയും ചെയ്യും. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ B ക്യാബിനു സമീപം, വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപമെല്ലാം പിടിച്ചിരുന്നത് ഒഴിവാക്കാനാകും. 450 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം. കാലാവസ്ഥ അനുകൂലമായാൽ 2026 പാലം യാഥാർത്ഥ്യമാകുമെന്ന് പ്രവർത്തികൾക്ക് മേൽനോട്ട് നൽകുന്ന സ്റ്റീഫ് ജോർജ് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ടെസ്റ്റ് ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അധികം വൈകാതെ
നമ്മൾ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ പൈലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൽ കുറച്ച് സാങ്കേതികമായ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉടനെ വൈകാതെ തന്നെ നമ്മളതിൻ്റെ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയപാത 66 3 പിടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി 48 വയസ്സുള്ള വെങ്ങാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസിൽ 18 വയസ്സുള്ള ഫർഹാൻ എന്നിവരാണ് പരിക്കേറ്റത്. 3 പീടികയിലെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ഇവരെ എത്തിച്ചു. പുലർച്ചെ 4 മണിയോടെ 3 പീടിക സെന്ററിന് തെക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ് 48 വയസ്സ്, മണത്തല സ്വദേശി റജബ് മൻസിലിൽ ഫർഹാൻ 18 വയസ്സ് എന്നിവർക്ക് പരിക്കേറ്റു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖല കേരളത്തിൻ്റെ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചില സവിശേഷ സംഭവങ്ങൾ കേരളത്തിൽ നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് ആശുപത്രി ചികിത്സയ്ക്ക് പോയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൂട്ടിപ്പോയ അമ്മ അവിടെ നടന്നിട്ടുള്ള ഒരു അപകടത്തിൽ മരണമടഞ്ഞെന്നതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത് ആരോഗ്യ മേഖലയുടെ കേരളത്തിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ശ്രീ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ ആതുരാലയ സംഘടനയുടെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹം മങ്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മങ്കര വെള്ള റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു, വാർഡ് മെമ്പർ രതീഷ്, കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ഭാസ്കരൻ, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കേശവൻ, സജി ദാമോദരൻ, മണ്ഡലം ട്രഷറർ MK വാസുദേവൻ, പ്രശാന്ത്, രൂപേഷ് അതിർക്കാട്, മോഹനൻ, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPI തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് വൈകിട്ട് ഇരിങ്ങാലക്കുടയിൽ ആരംഭിക്കും. പതാക, കൊടിമര, ബാനർ ജാഥകൾ ഉച്ചയ്ക്ക് ശേഷം സമ്മേളന നഗരിയിൽ ഒത്തുചേരും. വൈകിട്ട് 3-ന് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടത്തും. പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട അയ്യൻകാവ് മൈതാനിയിലാണ് പൊതുസമ്മേളനം നടക്കുക. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലയിലെ 17,827 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 362 പ്രതിനിധികളും 21 പ്രത്യേക ക്ഷണിതാക്കളുമടക്കം 395 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിലവിലെ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് 3 ടൈം പൂർത്തീകരിച്ചതിനാൽ ഇത്തവണ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തേക്കും. നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PR രമേഷ് കുമാർ, മുൻ മന്ത്രി VS സുനിൽകുമാർ, KG ശിവാനന്ദൻ എന്നിവരാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കുന്നവരിൽ മുന്നിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ടഞ്ചിപ്പിക്കുന്ന ദൃശ്യവിധാനങ്ങളില്ല, നിലയ്ക്കാത്ത കരഘോഷമില്ല, ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ടുനട്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കലാകാരൻ. ഒരു കാലഘട്ടത്തിൽ നാടകലോകത്തെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിൻ്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 73 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി. 1979 സ്വയംപ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അധ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ, പുൽപ്പാട്ട്, കരിമ്പ്രം, വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. മധ്യകേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നാടക ട്രൂപ്പുകളുമായി സഹകരിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 സംഗീത നാടക അക്കാദമി
ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നും. അപ്പോൾ ഗുരുപൂജ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റെല്ലാവരും പിന്നീട് അതിന് ആനാപ്പുഴക്കാർ ആണ് ആദ്യം ആദരിച്ച്, മുനിസിപ്പാലിറ്റി ആദരിച്ചു. പിന്നെ അവിടുന്ന് ആദരിക്കൽ കൂടുതൽ. ഏതാണ്ട് അതിന് മുമ്പ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 52ഓളം പേര്. ഇവിടെ ഷോക്കേസില്ലാത്ത കാരണം ഇവിടെ ഒരു 5 പെട്ടിയുണ്ട്. അതിൽ നല്ല ഇത് ഇപ്പോൾ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലായി കിട്ടിയല്ലോ. നേരത്തോട് ഇന്നിപ്പോൾ നന്മക്കാർ ഇവിടെ വന്നിട്ട് ചെയ്തു. എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഞാൻ നന്മയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ചെന്നെത്തുപോയി കട്ടുപോയി ആണ് ഈ കോഴിക്കോട് കേസിൻ്റെ ഇതിൽ. അപ്പോഴാണ് 21 ഗുരുപൂജ പുരസ്കാരം കിട്ടി. ഈടുകൾ ആദരിക്കലുകൾ എന്നെ സമയം കിട്ടി. ആ സമയത്താണ് എനിക്ക് ഈ ശബ്ദം ഇങ്ങനെ കുറച്ച് ലോപിച്ചു വന്നു. കലയുടെ മുഖം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രങ്ങളാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലെകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞ് അഭിനയിക്കുകയാണ് ഇന്നും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഒറ്റപ്പാലത്തെ സർക്കാർ ബദിര വിദ്യാലയത്തിലെ ചുവരുകൾ പാഠഭാഗങ്ങളുടെ നേർക്കാഴ്ചയാണ്. പാഠഭാഗങ്ങളുടെ ചിത്രങ്ങളാണ് ചുവരുകളിൽ. സ്കൂളിലെ താൽക്കാലിക അധ്യാപകനായിരുന്ന അനീഷിൻ്റെ കയ്യൊപ്പിലാണ് ഈ ചിത്രങ്ങളിൽ വിരിഞ്ഞത്. കേൾവിക്കുറവും സംസാര വൈകല്യങ്ങളും നേരിടുന്ന കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഭിത്തികളിൽ വരച്ചിട്ടുള്ളത്. ഒരു മധ്യവേനൽ അവധിക്കാലത്ത് ചുമർ ചിത്രങ്ങൾ വരയ്ക്കാനായി സ്കൂളിലെത്തിയപ്പോഴാണ് ചിത്രകലാധ്യാപകനുള്ള താൽക്കാലിക ഒഴിവ് അനീഷ് അറിഞ്ഞത്. ഇൻ്റർവ്യൂവിലൂടെ ദിവസവേതനടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടെയാണ് താൽക്കാലിക ജീവനക്കാർക്കും കേട്ടറ്റ് യോഗ്യത വേണമെന്ന കർശന നിബന്ധന വന്നത്. അപ്പോൾ അനീഷ് അധ്യാപകൻ്റെ പണി താൽക്കാലികമായി ഉപേക്ഷിച്ചു. കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിലും ഇപ്പോൾ കലാകാരൻ്റെ വേഷത്തിൽ സജീവത പുലർത്തുകയാണ് അനീഷ്. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സിലൂടെയാണ് ചിത്രരചനയിലെ തൻ്റെ അഭിരുചികൾ ഊട്ടിയുറപ്പിച്ചത്. ഇപ്പോൾ അനീഷിൻ്റെ കരസ്പർശങ്ങളാൽ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. സയൻസ് ലാബ്, സയൻസ് പാർക്ക് എന്നിവ മോടി പിടിപ്പിച്ചു. ചുമരുകൾ അടിമുടി ചിത്രങ്ങളാൽ വർണ്ണാഭമാണ്. ഇത്രമേൽ മനോഹരമായ ചിത്രങ്ങൾ ചുമരുകളിൽ ഇടം പിടിച്ചപ്പോൾ സ്കൂളിലേക്കെത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആഹ്ലാദം. സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടുകളിൽ നിന്നും വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയിൽ ഇടം പിടിച്ച സ്കൂളാണിത്. അക്കാഡമിക ഭൗതിക മുന്നേറ്റത്തിന് 25 ലക്ഷം രൂപയാണ് പല വക പ്രവർത്തികൾക്കായി അനുവദിച്ചത്. ചുമരുകൾ മോടി പിടിപ്പിക്കുന്നതിന് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തുക ഈ ഫണ്ടിൽ നിന്നാണ് വിനിയോഗിച്ചതെന്ന് അനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചരമം. പറളി ഓടന്നൂർ മാടമ്പത്ത് മണ്ണിൽ ഉഷാവില്ലയിൽ പരേതനായ വിശ്വനാഥൻ നായരുടെ ഭാര്യ സരോജിനി അമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. മക്കൾ ഉഷാ മദനൻ, രാജേന്ദ്രൻ. മരുമക്കൾ മദൻ മോഹൻ, വസന്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. കുളപ്പള്ളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ റോഡ് ഉപരോധം. MLA-ക്കെതിരെ നേതാക്കളുടെ രൂക്ഷ വിമർശനം. അകമലയിൽ തീവണ്ടി തട്ടി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് ഒഡീഷ സ്വദേശി 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റ. യുവാവിനെ ഇന്നു രാവിലെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അകമലയ്ക്കും മുള്ളൂർക്കരയ്ക്കുമിടയിൽ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഷൊർണൂരിൽ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. യാഥാർത്ഥ്യമാകുക ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേയുടെ 5ാമത്തെ പാലം. നിർമ്മാണം 450 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.